നിങ്ങൾക്കറിയാമോ, UK തുടങ്ങുന്ന ബിസിനസ്സുകളിൽ ഓൾമോസ്റ്റ് 60% ബിസിനസ്സും ഒരു വർഷത്തിനകത്ത് പൂട്ടിപ്പോകാറാണ് പതിവ്. വളരെ നിർഭാഗ്യകരം അല്ലേ? എന്താണ് ഇതിൻ്റെ കാരണമെന്നറിയാമോ? നമുക്കൊന്ന് നോക്കിയാലോ. സ്റ്റഡീസ് പറയുന്നത് ഒന്നാമത്തെ കാരണം ലാക്ക് ഓഫ് ലീഗൽ നോളജ്. UK, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറെന്റ് ബോൾ ഗെയിം. നോർമൽ കാര്യങ്ങളുടെ ആയാലും ബിസിനസിന്റെ ആയാലും ഡോക്യുമെന്റേഷൻ രീതികൾ UK കൾച്ചറിൽ ടോട്ടൽ ഡിഫറെന്റ് ആണ് ഇന്ത്യൻ കൾച്ചറിൽ നിന്ന്. രണ്ടാമത്തെ കാര്യം പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു ബിസിനസ് സ്റ്റൈലാണ് കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈസിംഗ് ഡൗൺ ചെയ്യുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ UK ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അൺഫോർസീൻ എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്യണം. അത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓരോ ബിസിനസിനും ഓരോ രീതിയിലായിരിക്കും. പ്രൈസിംഗ് കോംപ്രമൈസ് ചെയ്യുകയല്ല വേണ്ടത്, പകരം കസ്റ്റമർ റിട്ടൻഷൻ ആണ് വേണ്ടത്. UK കസ്റ്റമേഴ്സ് അവർ പ്രീമിയം പ്രൈസിംഗ് പേ ചെയ്യാൻ റെഡിയാണ്, പക്ഷേ പ്രീമിയം സർവീസിനും പ്രീമിയം പ്രോഡക്ട്സിനുമാണ് എന്നോർക്കുക. അതുപോലെ വേറെ സംഭവമാണ് കോപ്പി ക്യാറ്റ് ബിസിനസ്. ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ കണ്ടിട്ടുണ്ട്. അതായത് നൈബേഴ്സിന്റെ ബിസിനസ് അതുപോലെ കോപ്പി ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവരുടെ സ്റ്റൈല്, അവരുടെ യുണീക്നെസ് ഇതെല്ലാം നമ്മൾ കോപ്പി ചെയ്യാൻ ട്രൈ ചെയ്യുക. അവരുടെ യുണീക്നെസ് അവരുടെ സ്റ്റൈലാണ്. അത് നമ്മൾ കോപ്പി ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നടക്കണമെന്നില്ല. ബിസിനസ് തുടങ്ങുന്നതിനെക്കാട്ടിയും കൂടുതൽ പ്ലാനിംഗ് ലെവലിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. കസ്റ്റമറിന് നിങ്ങളല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ആ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ട് വരിക. അല്ലാതെ ജസ്റ്റ് അനദർ ഷോപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് അനദർ സർവീസ് എന്നുള്ളതിൽ മാറി നിങ്ങളുടേതായ ഒരു യുണീക്നെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരിക.